സമ്പത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ട സൗഭാഗ്യഭൂമിയായിരുന്നു ഭാരതം. പൗരാണിക ലോകം ഈ ദേശത്തെ സ്വർണപക്ഷി എന്ന് വിളിച്ചു. അതിർത്തി കടന്ന് അക്രമികൾ വന്നു. അവർ ഈ രാജ്യത്തെ കൊള്ളയടിച്ചു. സ്വർണപക്ഷിയുടെ നിറം മങ്ങി. ഭാരതം ദരിദ്രയായി. 1947 മധുര സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ചം പുലർന്നു. ചങ്ങലകൾ പൊട്ടിച്ച രാജ്യത്തിനൊപ്പം റുപ്പിയയും അതിൻ്റെ യാത്ര തുടങ്ങി. ബാങ്കിങ്ങും ഇൻഷുറൻസും സമ്പത്തിന്റെ അടയാളമുദ്രകളായി. വ്യക്തിക്കും രാജ്യത്തിനും അഭിവൃദ്ധിയായി വ്യക്തിഗത സമ്പാദ്യങ്ങൾ. സമ്പത്തിന്റെ വളർച്ചയ്ക്ക് രാജ്യം ദൃഢപ്രതിജ്ഞയെടുത്തു. മാറ്റത്തിന്റെ മാന്ത്രിക സ്പർശത്തിൽ സമസ്ത മേഖലകളും സ്വർണാഭമായി. സ്വന്തമായൊരു ബാങ്ക് അക്കൗണ്ട് എന്ന സ്വപ്നം സാധ്യമായി. ജൻധൻ യോജന ജനങ്ങൾക്ക് ഭദ്രത നൽകി. ഇൻഷുറൻസുകൾ ജീവിതത്തിന് സുരക്ഷിത വലയമൊരുക്കി. കർഷകന്റെ കണ്ണുകളിലെ പ്രകാശമായി കിസാൻ കാർഡ്. വായ്പകളുടെ തണൽ ചെറുകിട കച്ചവടക്കാർക്ക് ആശ്വാസമായി. ഗ്രാമങ്ങളെ ചേർത്ത് പിടിച്ചു സഹകരണ മേഖലകൾ. അടിസ്ഥാന സൗകര്യങ്ങൾ അടിത്തട്ട് വികസനത്തിന് വളമായി. ഭവന വായ്പകളുടെ സഹായത്തിൽ കോടിക്കണക്കിന് വീടുകൾ ഉയർന്നു. സുരക്ഷിത ജീവിതങ്ങൾ സന്തോഷഭരിതമായി. വ്യവസായ വായ്പകൾ വികസനത്തിന്റെ ആകാശം തുറന്നിട്ടു. കച്ചവടം കടലുകൾ കടന്ന് മറുദേശങ്ങളിലേക്ക് പ്രവഹിച്ചു. ഡിജിറ്റൽ വിപ്ലവത്തിൽ പണമിടപാടുകൾ വിരൽത്തുമ്പിലായി. സഹായധനങ്ങൾ DBT വഴി ഉടൻ അക്കൗണ്ടുകളിലെത്തി. ഇവയെല്ലാം ജീവിതത്തിന് നിറവും നാദവും നൽകി. ചിറകും ചലനവേഗവും നൽകി. പൗരാണിക സ്വർണപക്ഷി പുതുമോടിയോടെ വീണ്ടും ആകാശത്ത് തെളിഞ്ഞുയർന്നു പറന്നു. സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തു പകർന്നതിനും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയതിനും എല്ലാ ഭാരതീയർക്കും രാജ്യത്തിൻ്റെ 75ാം സ്വാതന്ത്ര്യദിനത്തിൽ ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ.